GCC രാജ്യങ്ങളുടെ ഉച്ചകോടി 2 ദിവസം മുമ്പ് ചേർന്നിരുന്നു. അതിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ വലിയ പ്രതിഷേധം, തിരിച്ചടി ഉണ്ടാകും, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അങ്ങനെ ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഇസ്രായേലിനെതിരെ ഉണ്ടായത്. എന്തെങ്കിലും നടക്കുമോ? അല്ല, ഇസ്രായേൽ എല്ലാ കാലത്തും ഒറ്റയ്ക്കൊന്നൊരു രാഷ്ട്രമാണ്. ഒറ്റയ്ക്ക് ഏറ്റവും ശക്തമായ ഈജിപ്ഷ്യൻ ആർമിയും ശക്തമായ ഇറാനിയൻസും ഇങ്ങനെയൊക്കെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇസ്രായേൽ നിന്നത്. അപ്പോൾ ആ ഒരു രാഷ്ട്രം അതിന് വ്യക്തമായിട്ടും കൃത്യമായിട്ടും അതൊരു മെസ്സേജ് കൊടുത്തതാണ്. ഖത്തറിൽ സ്പെസിഫിക് ബോംബിംഗ് ആയിരുന്നു, അല്ല പ്രിസൈസ് ബോംബിംഗ് ആയിരുന്നു. അല്ലാതെ അത് പല കാർപ്പറ്റ് ബോംബിങ്ങോ മനുഷ്യന് ഹാനി വരുത്തുന്ന പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. വളരെ സ്പെസിഫിക്കലി ഇൻ്റലിജൻസ് ഇൻപുട്ട് വെച്ച് ഹമാസിൻ്റെ ലീഡർഷിപ്പ് വന്നു. അതിൻ്റെ പിന്നാലെ അവർ പോയി അവിടെ ബോംബ് ചെയ്തു. അപ്പോൾ അതൊരു മെസ്സേജ് ആയിരുന്നു, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ പിന്നാലെ ഉണ്ടാവും, വി വിൽ നോട്ട് അലൗ. ഹമാസിന് കൊടുത്തൊരു മെസ്സേജാണ്. അല്ലാതെ ഇസ്രായേൽ അറബ് രാഷ്ട്രങ്ങൾ കൊണ്ടുപോയി ബോംബിടുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ അറബ് ഉച്ചകോടിക്ക് ഇതെല്ലാം വേറെ എന്താ പറയാൻ പറ്റുക? GCCൻ്റെ ഗൾഫ് കോപ്പറേറ്റീവ് കൗൺസിലിൻ്റെ അല്ലെങ്കിൽ അറബ് സമ്മിറ്റിൻ്റെ വേറെ എന്താ അവർക്ക് പറയാൻ പറ്റുക? അറബ് ലീഗിന് എന്താ പറയാൻ പറ്റിയത്? അപ്പുറം അവർക്കൊരു ഫെലോ മുസ്ലിം കൺട്രീനെ അല്ലെങ്കിൽ ഫെലോ അറേബ്യൻ നേഷനെ സപ്പോർട്ട് ചെയ്യാം, ഇങ്ങനെയൊക്കെ പറയാന്നേ പറ്റുള്ളൂ. ഏത് ആർമിക്കാണ് ഈ GCCയിലുള്ള ഏത് ആർമിക്കാണ് ഇസ്രായേലിൻ്റെ ഇത്രയും പവർഫുൾ ആർമിനോട് കടപിടിക്കാൻ പറ്റുക? അങ്ങനെ ആരെങ്കിലും പോയി ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്യാൻ നിൽക്കുമോ? ഒരിക്കലും നിൽക്കില്ല. പ്രത്യേകിച്ചിട്ട് UAE പോലത്തെ ഒരു രാഷ്ട്രം ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു പണിക്കും നിൽക്കില്ല. UAEൻ്റെ ചുവട് പിടിച്ച് അതുപോലെ തന്നെ സൗദി അറേബ്യൻ്റെ പുതിയ രാജാവ്, പുതിയ ക്രൗൺ പ്രിൻസ് ആ കൺട്രീനെയും ഇതുപോലെ ഡെവലപ്പ് ചെയ്യാണ്. എല്ലാം UAEൻ്റെ മോഡലിംഗ് ആണ് അവിടെ നടക്കുന്നത്. എല്ലാം വെച്ചാൽ പുതിയ മോൾ വരുന്നതും പുതിയ ന്യൂ സിറ്റീസ് വരുന്നതും എല്ലാം UAEൻ്റെ ചുവട് പിടിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ബിസിനസ് ആക്യുമെൻ നടക്കുന്ന സമയത്ത് ഈ ഒരു പരിപാടിക്ക് അവിടെ നിൽക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ കൊടുക്കും. അങ്ങനെ എല്ലാവരും പല സ്റ്റേറ്റ്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിനെ പോലത്തെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു വാർ അല്ലെങ്കിൽ ആർമിയുള്ള ഒരു രാജ്യത്തിന് അത്ര എളുപ്പമൊന്നും ഈ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിലെ കൺട്രീസിന് ഇടപെടാൻ പറ്റില്ല. പിന്നെ ഇതിലൊക്കെ ഈ UAE ആയാലും സൗദി അറേബ്യ ആയാലും ഇവരൊക്കെ US-ഉമായിട്ട് വളരെ അധികം പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഡിപ്ലോമാറ്റിക്കായിട്ട് വളരെയധികം നയതന്ത്ര ബന്ധങ്ങൾ നടത്തുന്ന രാജ്യങ്ങളാണ്. ഇപ്പം അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത്തെ പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ആദ്യം വന്നത് ഇസ്രായേലായിരുന്നില്ല, സൗദി അറേബ്യയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് UAE-യിൽ അദ്ദേഹം വന്നത്. എന്നിട്ടായിരുന്നു പിന്നെ ഈ ട്രിപ്സ് നടത്തിയിട്ടുള്ളൂ. സാധാരണ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം യൂറോപ്യൻ കൺട്രീസിൽ NATO രാജ്യങ്ങളിലാണ് പോവുക. ഇതിപ്പം നേരെ അതിൻ്റെ പോളിസി മാറ്റിയിട്ട് സൗദി അറേബ്യയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ അന്തർലീനമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഇസ്രായേലായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം $90 ബില്യൺ എങ്ങാണ്ടാണ് UAE-യുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ്രായേൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇങ്ങനൊരു വാർ ചെയ്യുക അല്ലെങ്കിൽ ഇസ്രായേലിന് പടം പഠിക്കുക എന്നൊക്കെ പറയാൻ പറ്റും. അല്ല, അതാണ് കുറച്ച് നാൾ മുൻപ് ഇസ്രായേൽ അറബ് രാജ്യങ്ങൾ തമ്മിൽ വലിയ സൗഹൃദത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇപ്പോൾ ആ കടക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ? അല്ല, അത് ഹമാസിൻ്റെ പെർസ്പെക്റ്റീവിൽ അല്ലെ ഹമാസിൻ്റെ അവരുടെ പരിപ്രേക്ഷ്യത്തിൽ അവർ ചെയ്തത് കൃത്യമായി. അതായത് ഒക്ടോബർ 7 അവർ നടത്തിയില്ലായിരുന്നെങ്കിൽ അവർക്കറിയാം പലസ്തീൻ എന്നുള്ള ഇഷ്യൂ ടേപ്പർ ചെയ്ത് തിരിച്ച് ഒന്നുമില്ലാതായി പോവുകയായിരുന്നു. അവിടെയാണ് ഹമാസ് ആ ആക്ഷൻ അവരെടുത്തതാണ്. ആ സാധനം ബോധപൂർവ്വം എടുത്താണ്. അവർക്കറിയായിരിക്കും ഇത് മുഴുവൻ തിരിച്ചു വരും. അബ്രഹാം അക്കോർഡിൽ സൗദി അറേബ്യ കൂടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പലസ്തീൻ ഇഷ്യൂ റിലവൻ്റ് അല്ല. ആ ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് ഒക്ടോബർ 7 സംഭവിക്കുന്നത്. ഒക്ടോബർ 7 സംഭവിച്ചതോടുകൂടി ഈ കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ സൗദി അറേബ്യ അതിൽ വന്നിട്ടില്ല. പക്ഷേ അത് വീണ്ടും ഡിപ്ലോമാറ്റിക്കലായിട്ട് അമേരിക്ക പോലത്തെ ഒരു രാജ്യം ഇവരെല്ലാം ഇടപെടിക്കുകയും അതിനെയൊക്കെ പിന്നിൽ ഇസ്രായേലായിട്ട് സഖ്യത്തിലേക്ക് വരാൻ സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഹമാസ് അന്ന് ചെയ്തത് ആ പലസ്തീൻ ഇഷ്യൂ വീണ്ടും ബാക്ക് ടു ദി ഇന്റർനാഷണൽ റെക്കണിംഗ്. അതല്ല, അന്നത്തെ ആക്രമണം കൊണ്ട് ഹമാസിന് ഗുണമുണ്ടായോ നഷ്ടമുണ്ടായോ? ഹമാസിനുള്ള ആ ഔട്ട്ഫിറ്റിന് ഭയങ്കര ഭീകരമായ നഷ്ടമുണ്ടായി. പക്ഷെ അവരുടെ കോസ് ഉണ്ടല്ലോ, എന്തിനു വേണ്ടി അവർ പോരാടുന്നത്, പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം. അപ്പോൾ അതിനുവേണ്ടി അവർ ആ സാധനം വീണ്ടും അന്തർദേശീയ സമൂഹത്തിന് മുമ്പിലേക്ക് അത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അത് ചർച്ച ചെയ്യപ്പെട്ടല്ലോ വീണ്ടും. സംഘടനാപരമായി അവർക്ക് ദോഷവും ഭീകരമായ ദോഷം തന്നെ അവരുടെ എല്ലാ ലീഡർഷിപ്പും പോയി കഴിഞ്ഞല്ലോ. എല്ലാ ലീഡർഷിപ്പും അൽ ഖലിയ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ലീഡർ അവരുടെ 3rd റാങ്ക് ലീഡറാണ് ശരിക്കും പറയുന്നത്. അവരുടെ 1st റാങ്കിലത്തെ എല്ലാ ആൾക്കാരും പോയല്ലോ. ഇസ്മായിൽ ഹനിയ പോയി, യഹിയ സിൻവർ പോയി, മുഹമ്മദ് ദൈഫ് പോയി. ഈ 3 ആളെന്നല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ഇസ്മായിൽ ഹനിയ അവരുടെ ഹമാസ് ഭരണം നടത്തിയിരുന്നു പലസ്തീൻ്റെ ഇടക്കാലത്ത്. അന്ന് ഇസ്മായിലിൻ്റെ ഹനിയായിരുന്നു ഇവിടെ പ്രധാനമന്ത്രി. അവരുടെ ഡിപ്ലോമാറ്റിക് ഫേസാണ് ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടു. അല്ല, ആക്രമണം തുടങ്ങിയിട്ട് 2 വർഷത്തിലധികമാവുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകാൻ കഴിയുന്നത് അവർക്ക്? അത് ആ ഗാസയിൽ പൂർണ്ണമായി തന്നെ ആക്രമണം നിലച്ചിട്ടുണ്ടോ?
അല്ല, ഹമാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ ഇവിടുത്തെ ചെറിയ പടക്കെറിഞ്ഞ് കളിക്കുന്ന തീവ്രവാദ സംഘടന. വലിയൊരു നെറ്റ്വർക്ക്, എല്ലാ സാധനമുള്ള ഒരു രാജ്യം തന്നെയാണ് ഹമാസ്. നമ്മൾ പറയുന്ന പോലെ തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞാൽ ചെറിയ ഇവിടുത്തെ NDFR പോലത്തെ പരിപാടിയൊന്നുമല്ല. ഹമാസ് ഒരു എല്ലാം ആർമിയും ഭരണകൂടവും ഒക്കെയുള്ള എല്ലാത്തിനും ഡിവിഷനുള്ള വലിയൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് അങ്ങനെ എളുപ്പം ഒരു 2 കൊല്ലം തകർക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ കൂടാതെ ഇറാൻ എന്നുള്ള രാജ്യത്തിൻ്റെ ഒരു ആമാണ് ഹമാസ്. ഇറാൻ്റെ പ്രോക്സീസാണ് ഹമാസ് ആയാലും ഹെസ്ബുള്ള ആയാലും ഹൗത്തീസ് ആയാലും. ഇതൊക്കെ ഇറാൻ്റെ പ്രോക്സീസാണ്. ഇറാൻ എന്നുള്ള രാജ്യമാണ് ഇവർക്ക് മുഴുവൻ പിന്തുണ കൊടുക്കുന്നത്. ഇറാൻ ജസ്റ്റ് ഷോർട്ട് ഓഫ് ന്യൂക്ലിയർ കൺട്രിയാണ്. ന്യൂക്ലിയർ രാജ്യമാവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്ന ഏറ്റവും അത്യാവശ്യമായിട്ട് ന്യൂക്ലിയർ രാജ്യമാവാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് ആലോചിച്ചാൽ മതി എന്തായിരിക്കും ആ കൺട്രി. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുള്ള അതിൻ്റെ പ്രോക്സി എന്ന് പറയുന്ന ഒരു ഫണ്ടിങ്ങും ആയുധവും ഉൾപ്പെടെ എല്ലാം ഇറാൻ നൽകുന്നു. ആയിരുന്നല്ലോ. ഇറാൻ ആയിരുന്നല്ലോ ഇത്ര കാലം കൊടുത്തുകൊണ്ടിരുന്നതും. ഇറാൻ്റെ ആ ഒരു സപ്ലൈ ചെയിനൊക്കെ ഇപ്പം പൊളിഞ്ഞു. അതായത് സിറിയ വഴി വരാൻ പറ്റില്ല. സിറിയയിലത്തെ ഭരണകൂടം മാറി. സിറിയയിൽ വേറെ പുതിയ ഭരണകൂടം. ആ ഭരണകൂടം ഇറാൻ അനുകൂലമല്ല, അല്ലെങ്കിൽ അമേരിക്കൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് സിറിയയിലുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ സപ്ലൈ ചെയിനൊക്കെ നിന്ന് കഴിഞ്ഞു. അതായത് ഓൾമോസ്റ്റ് നിന്നു. അപ്പോൾ അതുപോലെ ഹമാസിൻ്റെ എല്ലാ ലീഡർഷിപ്പിനെയും ഇസ്രായേൽ തകർത്ത് കഴിഞ്ഞു. പിന്നെ ടണൽ സിസ്റ്റം അവർ നേരത്തെ ഉണ്ടാക്കിയത് ഒരുപാട് ടണൽസ് ബാക്കിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സമയമെടുക്കും ആ വാർ തീരാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ബന്ദികളാക്കിയവരെയും ഇത്രയും നാളായിട്ട് ഇസ്രായേലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെത്തില്ല. ഒരുപാട് ആൾ കണ്ടു. 251 ആളിൽ ഒരുപാട് ആളെ തിരിച്ചു കൊണ്ടുവന്നില്ലേ? പൂർണ്ണമായി എന്തുകൊണ്ട്? അല്ല, അത് ഇവിടെ ടണൽ സിസ്റ്റത്തിൻ്റെ അകത്താണ് ഈ പല ബന്ദികളുള്ളത്. ടണലിലാണ്. ടണൽ തുരങ്കത്തിനടിയിലാണ് ഇവരൊക്കെ ഉള്ളത്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. കുറേ ആളുകൾ തുരങ്കത്തിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. കുറേ ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. 251 ആളുകളായിരുന്നു ഒക്ടോബർ 7-ാം തീയതി തട്ടി കൊണ്ടുപോയത്, അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത്. അതിൽ ഒരുപാട് ആൾക്കാർ നവംബർ മാസം തന്നെ ഒക്ടോബർ കൊണ്ടുപോയി. നവംബർ മാസത്തിന് ആദ്യത്തെ ബന്ദി വിമോചനം നടന്നിട്ടുണ്ടായിരുന്നു. അതിന് പകരമായി 1:30 റേഷ്യോയിലാണ് പലസ്തീനിയൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയച്ചിട്ടുണ്ടായിരുന്നത്. ഒരാൾക്ക് 30 പേരെ വെച്ചിട്ട് വിട്ടയച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ തടവുകാർ, ഇസ്രായേലിലുള്ള പലസ്തീൻ തടവുകാർ. അപ്പോൾ അങ്ങനെ കുറേ സമയം വിട്ടു. പിന്നെ കുറേ നാൾ യുദ്ധം തുടർന്നു. അപ്പം ഇപ്പോഴും 47ഓളം ബന്ദികൾ അവരുടെ കസ്റ്റഡിയിലുണ്ട്. അതിൽ 20 പേർക്ക് മാത്രമേ ജീവനുള്ളൂ എന്നാണ് ഇസ്രായേലിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പം അവരുടെ അനൗദ്യോഗികമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ അവർ പറഞ്ഞു. ഔദ്യോഗികമായിട്ട് അങ്ങനത്തെ ഒരു ഡാറ്റയൊന്നും അവർ പറഞ്ഞിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടില്ല. എന്തായാലും ഇസ്രായേലിന്റെ ഈ യുദ്ധങ്ങൾ, വിവിധ മേഖലയിൽ നടക്കുന്ന യുദ്ധങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നതായി തോന്നുന്നുണ്ടോ? അല്ല, ഇത് ഗസ യുദ്ധം ഇപ്പോൾ അവർ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ അടുത്ത് അവസാനിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇത് ഇനിയും ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. ഇസ്രായേൽ എക്കണോമിക്കൊക്കെ ബാധിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത് തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാകും. അപ്പം ഗസയിൽ അവർ കരയുദ്ധം തുടങ്ങിയല്ലോ. കരയുദ്ധം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ കൊട്ടക്കുരുതി എന്നെല്ലാം പറഞ്ഞാൽ ഒരുപാട് സത്യമാണ്. കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം അവർ വെടിക്കെട്ടിന്റെ അവസാന ആ രീതിയിലേക്ക് മാറുകയാണ്. അല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ യുദ്ധം തീരാനുള്ളൊരു സമയത്തിലേക്ക് അടുത്തുകൊണ്ട് നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ അറബ് ഉച്ചകോടിയും ഇതിലൊന്നും ഇസ്രായേൽ അങ്ങനെ അത്ര പെട്ടെന്ന് ഇസ്രായേൽ പേടിച്ചു പോവുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലത്തെ ഒരു സോൾജറാണ് ഇസ്രായേൽ ഭരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി. നമ്മളെപ്പോലത്തെ ഡെമോക്രസി അവർ പ്രധാനമന്ത്രിക്കാണ് പവർ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് അവിടെ ഏറ്റവും വലിയ കമാൻഡർ ഫോഴ്സ് ഹെഡ് ചെയ്ത ഒരാളാണ് ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഭരിക്കുന്ന ഒരു ഭരണകൂടം, അതിലെല്ലാ ആൾക്കാരും ഇസ്രായേലിൻ്റെ ആർമിയിൽ IDF നേരെ വന്ന ആളുകളാണ് എടുത്ത മന്ത്രിമാരൊക്കെ, അല്ലെങ്കിൽ മൊസാദിൻ്റെ സീനിയർ ഓഫീസറിൽ തരുന്ന ആളുകളാണ് അതിൻ്റെ മന്ത്രിമാരൊക്കെ. ഡെമോക്രാറ്റിക് രാജ്യമാണെങ്കിലും ആം ഫോഴ്സസുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ അവർ അത്ര പെട്ടെന്ന് അവരോട് നമ്മൾ യുദ്ധം ചെയ്തത് നിങ്ങൾ തോൽപ്പിച്ചാൽ തിരിച്ചടിയെന്ന് പറഞ്ഞാൽ അവരങ്ങനെ പിടിക്കും. അങ്ങനെയൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.